മുഖ്യമന്ത്രിക്ക് വിമർശിക്കാൻ ധൈര്യമുണ്ടോ? പരിഷ്കാരം സംബന്ധിച്ച് അഭിപ്രായം പറയുവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയായി എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ള ധാർമ്മികമായ ചുമതലയുണ്ട്, കടമയുണ്ട്, കടപ്പാട്. സുകുമാരൻ നായരെ പോലെയുള്ള പല ആളുകൾ ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. അവർ 100 വർഷം പുറകോട്ടാണ്. അതുകൊണ്ട് ഈ സ്വാമി പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? സത്യം പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ആധ്യാത്മിക ആളാണോ അതോ ഒരു രാഷ്ട്രീയക്കാരനാണോ മനസ്സിലാകുന്നില്ല. രണ്ട്, ഈ ഇദ്ദേഹത്തിൻ്റെ പുറമെ ഇരിക്കുന്ന ഇദ്ദേഹം ആദരിക്കുന്ന, ലോകം മൊത്തം ആദരിക്കുന്ന ഈ മഹത്തായിട്ടുള്ള ശ്രീനാരായണ ഗുരു, അദ്ദേഹം പോലും ഷർട്ട് ഇട്ടിട്ടില്ല. എന്താ, അദ്ദേഹം പൂന്നൂല് കാണിക്കാൻ വേണ്ടിയാണോ ഷർട്ട് ഇടാഞ്ഞത്? അതോ അദ്ദേഹം പരിഷ്കാരം ഇല്ലാത്തതുകൊണ്ടാണോ? എന്താണ് ഇദ്ദേഹം ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പുറവിൽ തന്നെ ഇരിക്കുന്ന ആ ഫോട്ടോയിൽ ശ്രീനാരായണ ഗുരു ഷർട്ട് ഇടാതിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഷർട്ട് ഇടുന്നത് ഒരു അത്ര വലിയ പ്രധാനപ്പെട്ട കാര്യമല്ല. ആരും ഷർട്ട് ഇടാറില്ലായിരുന്നു. അന്ന് മേൽമുണ്ട് മാത്രം തയ്ച്ചിട്ടാണ് ആൾക്കാർ പോരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അന്നത്തെ കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഒരുപാട് പേര് ഷർട്ടൊന്നും ഇടുന്നത് ഞങ്ങൾ കൈലിയൊക്കെ എടുത്തിട്ട് തോളത്തോട് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പം ഈ ഒരു അനാവശ്യമായ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ആചാരങ്ങളുണ്ട്. ഓരോ അമ്പലങ്ങളിലായാലും ഓരോ ഏത് ആരാധനയിലും, ഇപ്പോൾ എന്താണ് സിഖുമാരുടെ ആരാധനാലയത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന ഈ തല കെട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ തലയിൽ ഒരു കർച്ചീഫെങ്കിലും ഇട്ടില്ലെങ്കിൽ, തലയൊരു തുപ്പി വെച്ചില്ലെങ്കിൽ അവിടെ തുണിയുണ്ട്. ആ തുണി എടുത്ത് തലയിൽ കെട്ടിയിട്ടേ നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവർ പിടിച്ച് അടിക്കും, അടി തരും അവിടെ. ഇവിടെ ഇത്രയും നമ്മൾ പല അമ്പലങ്ങളുണ്ട്, എത്രയോ അമ്പലങ്ങളുണ്ട് ഷർട്ട് ഇട്ടിട്ട് പോകുന്നുണ്ട്, ഇടാതെ പോകുന്നുണ്ട്. ചില അമ്പലങ്ങളിൽ അവർ നിർബന്ധമാക്കി വെച്ചിട്ടുണ്ട്, അത് നമ്മുടെ ഒരു മുണ്ട് മാത്രം എടുത്തുകൊണ്ടേ പോകാൻ പാടുള്ളൂ. അത് അവിടുത്തെ സിസ്റ്റമാണ്, അത് നമ്മൾ ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇപ്പം ഈ ഗുരുദ്വാരയിൽ പോകുമ്പോൾ ഗുരുദ്വാരയ്ക്കനുസരിച്ച്, പള്ളിയിൽ പോകുമ്പോൾ പള്ളിക്കനുസരിച്ച്, അമ്പലത്തിൽ പോകുമ്പോൾ അമ്പലങ്ങൾ വ്യത്യസ്തതരമുണ്ട്. എല്ലാ അമ്പലങ്ങളും ഒരുപോലെ ആവണമെന്ന് നിർബന്ധമല്ല. നമ്മുടെ നാട്ടിൽ തന്നെ പലതരത്തിൽ അമ്പലങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഗുരുവായൂർ ക്ഷേത്രം അറിയാം, തിരുവനന്തപുരം ക്ഷേത്രം അറിയാം, അല്ലെങ്കിൽ ഈ മണി കെട്ടുന്ന ക്ഷേത്രമുണ്ട്, കാവ് പോലുള്ള ക്ഷേത്രങ്ങളുണ്ട്. അപ്പം പല രീതിയിലുള്ള പല സമുദായക്കാർ തുടങ്ങുന്ന ക്ഷേത്രങ്ങളുണ്ട്. ആശാരിമാർക്ക്, വിശ്വകർമ്മ സമുദായത്തിന് ക്ഷേത്രമുണ്ട്, നായന്മാർക്ക് ക്ഷേത്രമുണ്ട്, ഈഴവർക്ക് ക്ഷേത്രമുണ്ട്, SNDP സ്വന്തമായിട്ട് അവരുടെ വേറെ ക്ഷേത്രങ്ങൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരും ക്ഷേത്രം തുടങ്ങുന്നതിന് അതിനനുസരിച്ച് പോട്ടെ. പിന്നെ ഈ പൂനൂലിടുന്നത് വലിയ സംഭവമാണെന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല. കാരണം പൂനൂലിടുന്നത് സത്യം പറഞ്ഞാൽ ഒരു ബാധ്യതയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം അത് ഇട്ട് കഴിഞ്ഞാൽ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, കുറേ കാര്യങ്ങൾ, ചിട്ടകളിലേക്ക് നമ്മൾ ജീവിക്കേണ്ടി വരും. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുക, സൂര്യോദിക്കുന്നതിന് മുമ്പ് പല്ല് വെച്ച് കുളിച്ച് റെഡിയാവുക, പിന്നെ കാര്യങ്ങൾ ചെയ്യുക. അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പൂനൂലിടാത്തത്. അല്ലാതെ ഞാൻ ബ്രാഹ്മണൻ ആവണമെന്ന് നിർബന്ധമില്ല. പൂനൂൽ ആർക്കും ഉണ്ടല്ലോ കേട്ടോ. ഇപ്പോൾ ഒരു ചരടെടുത്ത് കഴുത്തേ കൂടെ ഇട്ടാൽ വലിയ സംഭവമാണെന്ന് തോന്നുന്നെങ്കിൽ എടുത്തിട്ടോ. ആരെങ്കിലും പറയുന്നുണ്ടോ? ഇന്ന് കേരളത്തിൽ ആരെങ്കിലും പൂനൂലിട്ട്, അല്ലെങ്കിൽ ഇന്നോ ഇന്നലെയോ പൂനൂലിട്ടെന്ന് പറഞ്ഞാൽ ആരെ അടിച്ചു കൊല്ലാൻ പോകുന്നില്ല. പൂനൂലൊന്നും അത്ര വലിയ സംഭവമല്ല, ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ അതൊരു സത്യം പറഞ്ഞാൽ പൂനൂലിടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നമുക്കൊരു റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. അല്ലെങ്കിൽ നമ്മൾ പൂനൂലിട്ടുകൊണ്ട് കഴിഞ്ഞാൽ കുറേയും കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ജീവിതചര്യയിൽ ഒരു വലിയ മാറ്റം വരുത്തേണ്ടി വരും. അത് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ പൂനൂലിടാത്തത്. അല്ലാതെ പൂനൂൽ ഇന്ന ആളെ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൂനൂൽ ഇടുന്നവരെല്ലാം സമൂഹത്തിൽ വലിയവരാണെന്നും അങ്ങനെയുള്ള ഒരു ഇതുമില്ല. പിന്നെ അന്നും ഇന്നും എന്നും അധികാരവും പണവും ഉള്ളവൻ വിലസിയിട്ടുണ്ട്. അത് ഇന്ന് രാഷ്ട്രീയക്കാർ വിലസുന്നത്, ഇവിടുത്തെ മന്ത്രിമാർ വിലസുന്നത് എന്താണ്? അന്ന് അധികാരം ഉണ്ടായിരുന്ന ആരുടെയാണോ പ്രമാണിമാരുടെ ഉണ്ടായിരുന്ന ആ പ്രമാണിമാർ വിലസായി. ഇന്നും പ്രമാണിമാരുണ്ട്, പക്ഷെ അത് ഇന്ന ജാതിയിൽ നിന്നല്ല. ഇന്നും ആ ജാതിയുടെ പേരും പറഞ്ഞ് കുറേ ആൾക്കാർ പ്രമാണിത്തരം കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കാതെ ഒരു ജാതിയുടെ മാത്രം എന്തോ കുത്തകയാണ് പ്രമാണിത്തം, അല്ലെങ്കിൽ പൂനൂലിടുന്നവർ മാത്രമാണ് പ്രമാണിത്തം, ഉടുപ്പിടാത്തത് ഇത് കാണിക്കാനാണെന്നൊക്കെയുള്ള വഴിതെറ്റിച്ച് വിടുന്ന ചിന്താഗതിയിലേക്ക് ഒരു സ്വാമി തന്നെ ആ ചർച്ച നയിക്കുമെന്ന് വെച്ചാൽ വളരെ മോശമെന്ന് പറയുന്നത്. എന്ത് ആധ്യാത്മിക ബാധ്യതയാണ്, അല്ലെങ്കിൽ എന്ത് ക്രെഡിബിലിറ്റി, അദ്ദേഹത്തിൻ്റെ ഒരു സ്വാമിയായിരിക്കാനുള്ള ക്രെഡിബിലിറ്റിയാണ് ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള സംസാരമാണ് അദ്ദേഹം അവിടെ ഉന്നയിച്ചത്. നല്ല കാര്യമാണ്, നല്ല മാറ്റങ്ങൾ വരട്ടെ, സമൂഹത്തിൽ വരുന്ന നല്ല മാറ്റങ്ങൾ വരട്ടെ. ഇപ്പം ശൈശവ വിവാഹം ഇല്ലാതാക്കി, അല്ലെങ്കിൽ സതി ഇല്ലാതാക്കി, അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഇതാണ്. അമ്പലത്തിൽ പോകുന്നതിന് ഉടുപ്പിട്ട് പോകാൻ പാടില്ല, അതും ഉടുപ്പിട്ടാൽ പുരോഗമനം ഉണ്ടാവും എന്ന് പറയുന്നതിനകത്ത് എന്ത് അർത്ഥമാണുള്ളത്? ആ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ നമ്മൾ ചന്ദനക്കുരി തൊഴുന്നു, അല്ലെങ്കിൽ വിളക്കിന് മുമ്പിൽ തൊഴുന്നു. എന്തിനു തൊഴണം, ആരുടെ മുമ്പിൽ തൊഴുവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അതൊരു പുരോഗമനമാണെന്ന് പറയുന്ന ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. നമുക്ക് സത്യം പറഞ്ഞാൽ അമ്പലത്തിൽ പോയിട്ട് ഈ സത്യം പറഞ്ഞാൽ ഉടുപ്പൊക്കെ ഊരി കൈ പിടിച്ച് അങ്ങനെ അവിടെ പോയി തൊഴുത് ചന്ദനക്കുരിയൊക്കെ ഇട്ട്, നെഞ്ചത്തും നെറ്റിയിലൊക്കെ ചന്ദനക്കുരിയൊക്കെ ഇട്ട് അത് കാണുന്നതിൻ്റെ ഒരു സന്തോഷം തന്നെ വേറെയാണ്. ഇനി അതിന് മറ്റൊരർത്ഥം കൊടുക്കുന്നവർക്ക് കൊടുക്കാം. പക്ഷേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൾച്ചറിൻ്റെ പാർട്ടാണിത്.
അപ്പം ആ കൾച്ചർ നമ്മളിപ്പം പാൻറ് ഷർട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ മുണ്ടുടുക്കുന്നതും ഈ പറഞ്ഞ ഉടുപ്പ് തോളിൽ തോർത്തിട്ട് നടക്കുന്ന ഒരു പഴമകരുണ്ടായിരുന്നു. അത് നമ്മൾ പ്രിസർവ് ചെയ്യുന്ന ഒരു ചെറിയൊരു സ്ഥലമാണ് ഈ അമ്പലം എന്ന് പറയുന്നത്. അതും പാടില്ല എന്നൊക്കെ പറയുന്നത് വളരെ ദൗർഭാഗ്യം എന്ന് പറഞ്ഞാൽ പറയാം. സർക്കാരും രാഷ്ട്രീയക്കാരും ഈ ചർച്ച ഏറ്റെടുക്കുന്ന മീഡിയസ് ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയകൾ ഈ ചർച്ചകളെ ഏറ്റെടുത്ത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതായത് ആഹാരവും കിടപ്പാടവും ജോലിയും അല്ലെങ്കിൽ വികസനവും ഉള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് വഴിതെറ്റിച്ചിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് ചർച്ച പോകുന്നത് തന്നെ എന്ത് വിഡ്ഢിത്തമാണെന്ന് പൊതുസമൂഹം ചിന്തിക്കേണ്ട സമയമാണിത്. ഇത്തരം ചർച്ചകളിൽ എന്ത് പ്രസക്തിയാണുള്ളത്? അനാവശ്യമായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിക്കുക, അനാവശ്യമായിട്ട് ഒരു സമുദായത്തെ ടാർഗറ്റ് ചെയ്യുക, ഒരു സമൂഹത്തെ മൊത്തത്തിൽ ടാർഗറ്റ് ചെയ്യുക, ഇതൊക്കെ വളരെയധികം എന്താ പറയുന്നത്, വൃത്തികെട്ട രാഷ്ട്രീയം തന്നെ പറയാം. ഇത്തരം രാഷ്ട്രീയക്കാർക്ക് അടിമകളാകാതിരിക്കട്ടെ മനുഷ്യരെന്ന് ആഗ്രഹിക്കുന്നു.